ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭകരമായ യോഗങ്ങളിലൊന്നാണ് മാളവ്യ രാജയോഗം. ശുക്രൻ ഒരു ജാതകത്തിൽ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ യോഗമുണ്ടാകുന്നത്. മാളവ്യ രാജയോഗം ഉള്ളവർക്ക് സാമ്പത്തികമായി വളരെ വലിയ ഉയർച്ചയിലെത്തിച്ചേരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാനും ജനസമ്മതിയുള്ള നേതാവാകാനും ഈ യോഗം സഹായിക്കുന്നു. ശുക്രൻ സ്നേഹത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും കാരകനായതിനാൽ ഈ യോഗമുള്ളവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കും. ശുക്രൻ സ്വന്തം രാശിയിലോ ഉച്ചരാശിയിലോ നിൽക്കുകയും ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ കേന്ദ്രഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മാളവ്യ രാജയോഗം ഉണ്ടാകുന്നത്. ഈ യോഗം ചില നക്ഷത്രക്കാർക്ക് ഗുണപരമായ നേട്ടങ്ങളുണ്ടാക്കുന്നു. കാർത്തിക, രോഹിണി, മകേരം ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് മാളവ്യ രാജയോഗം നൽകുന്നത്. ശുക്രൻ സമ്പത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുകയും ഇതുവഴി സാമ്പത്തിക സ്ഥിരതയുണ്ടാകുകയും ചെയ്യുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നു. വാഹനങ്ങൾ, വീട്, സ്വർണ്ണാഭരണങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായ സമയമാണ്. തൊഴിൽപരമായി അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരികയും മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ സ്വന്തം രാശിയിലേക്കുള്ള മാറ്റം വളരെ വലിയ മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. തൊഴിൽപരമായി ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നു. ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ സമയം ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു. കടങ്ങൾ വീട്ടാൻ അനുകൂലമായ സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. ബിസിനസ്സിൽ ലാഭമുണ്ടാകുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ എന്നിവയ്ക്ക് അനുകൂല സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു. ഭൗതികമായ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. അടുത്ത നക്ഷത്രം ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജോലി സ്ഥലത്ത് അധികാരം, പദവി എന്നിവ വർദ്ധിക്കും. ഡിസൈനിങ്, സിനിമ, ഫാഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. മാതാവിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനോ സ്വത്തുക്കളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിൽ എത്തിച്ചേരാൻ അനുകൂലമായ സമയമാണ്. ദാമ്പത്തിക ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു. മുടങ്ങിപ്പോയ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിക്കും. സമ്പത്ത് വർദ്ധിക്കാൻ ഈ രാജയോഗം സഹായിക്കും. ലോട്ടറി, ഓഹരി വിപണി തുടങ്ങിയവയിലൂടെ അപ്രതീക്ഷിതമായ ലാഭത്തിന് സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ശുക്രൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ മാളവ്യ യോഗം ഉണ്ടാകുന്നു. സാമ്പത്തിക പരമായി ഉയർച്ചയിലെത്തിച്ചേരുന്നു. ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു. ബിസിനസ്സിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ഉണ്ടാകുന്നു. കലാപരമായ കഴിവുകളുള്ളവർക്കും ഗ്ലാമർ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. വീട് പുതുക്കി പണിയാനുള്ള അവസരം വന്നു ചേരും. വിദേശയാത്ര, ദൂരയാത്രയ്ക്ക് ഉള്ള സാധ്യതകളും കാണുന്നു. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും. അപ്രതീക്ഷിതമായി പണം വന്നു ചേരാൻ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യപരമായി മെച്ചപ്പെടും. ബിസിനസ് രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു.